Hi friends, എല്ലാവർക്കും പിന്നക്കിൾ അക്കാദമിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ +1ലെ 8ാമത്തെ ചാപ്റ്റർ ആയുള്ള ബൈനോമിയൽ തിയറം ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനാബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പറഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു തിയറം പോലെ തന്നെയാണ്. അതായത് ഒരു എന്താണ് നാച്ചുറൽ നമ്പർ വരുന്നൊരു ഇക്വേഷനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യല്ല, ആ സാധനം ട്രൂ ആണോ അല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ ചെയ്തത്. ഇവിടെ ഈ ബൈനോമിയൽ തിയറം, അതായത് നമ്മൾ ഈ ചാപ്റ്റർ പറയുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ എന്താണ് കണ്ടന്റ്, അല്ലെങ്കിൽ ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഈ ബൈനോമിയൽ തിയറം എന്ന് വെച്ചാൽ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുതൊട്ടേ പഠിച്ചു വരുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതായത് a+b² അല്ലെങ്കിൽ a+b³ ഇതൊക്കെ പഠിച്ചു വരുന്നതാണ്. a+b² എക്സ്പാൻഷൻ എന്താണ്? a² + 2ab + b² ആണ്. a-b² എക്സ്പാൻഷൻ എന്താണ്? a² - 2ab + b² ആണ്. അതുപോലെ തന്നെ a+b³ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? a³ + 3a²b + 3ab² + b³ ആയിരിക്കും. അതുപോലെ എന്താണ് a-b³ ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ടേ പഠിച്ചു തന്നെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ a+b³ ചിലരൊക്കെ പഠിക്കുന്നപ്പം ഈ +1 തന്നെ ഇതിനകത്തായിരിക്കും നമ്മുടെ കോംപ്ലക്സ് നമ്പർ അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചു വരുന്നതാണ്. പക്ഷേ നമുക്ക് ചിലപ്പോൾ എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ a+b² 14 14 അല്ലെങ്കിൽ 40 ഇപ്പോൾ 40 ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ആ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു രീതിയുണ്ട്. അതാണ് എന്തിനകത്ത് പറയപ്പെടുന്നത്? നമ്മുടെ ഈ ചാപ്റ്റർ ആയിട്ടുള്ള ബൈനോമിയൽ തിയറത്തിനകത്ത് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് എന്തുണ്ടായിരിക്കണം? ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ബൈനോമിയൽ തിയറം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പവറിനെ കാട്ടി കൂടിയ പവർ കയറി വരുവാണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യണമല്ലോ. ആ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ പേരാണ് ബൈനോമിയൽ തിയറം എന്ന് വെച്ചാൽ. അപ്പോൾ അതിന് എന്തുണ്ടായിരിക്കണം? ഒരു ജനറൽ ഫോർമുല ഉണ്ടായിരിക്കണം. ജനറൽ ഫോർമുല നമുക്ക് നോക്കാം. ജനറൽ ഫോർമുല എന്ന് വെച്ചാൽ ഇതാണ്: a+b⁴n. നമ്മുടെ എന്തുണ്ടായിരിക്കും? എ എന്നൊരു ടേം ഉണ്ടായിരിക്കും, പിന്നെ ഏത് ടേം ഉണ്ടായിരിക്കും? ബി എന്നൊരു ടേമും ഉണ്ടായിരിക്കും. എ എന്നൊരു ടേമും ഉണ്ടായിരിക്കും, പിന്നെ ഏത് ടേമും ഉണ്ടായിരിക്കും? ബി എന്നൊരു ടേമും ഉണ്ടായിരിക്കും. പിന്നെ പവർ n എന്ന് വെച്ചാൽ പവർ ഏത് വേണമെങ്കിലും വരാം. ആ പവർ വരുന്നതനുസരിച്ച് നമുക്ക് പഠിച്ചേക്കുന്നത് 1ഉം 2ഉം 3 ഒക്കെ പഠിച്ചേക്കുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് ഹയർ ആയിട്ടുള്ള ഏത് പവർ വേണമെങ്കിൽ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ജനറൽ ഇക്വേഷൻ ആണ് a+b⁴n എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ nc0. n അറിയാം, നമുക്ക് വരുന്ന പവറാണ് n. c എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ആണ്. നമ്മൾ പെർമുട്ടേഷൻ പഠിക്കാൻ പെർമുട്ടേഷൻ ആ കോമ്പിനേഷൻ്റെ സിമ്പിളാണ് എന്ത്? c എന്ന് പറഞ്ഞാൽ. ഇതിന് ശേഷം a⁻n പ്ലസ് nc1 a⁻n-1 b⁻1 പ്ലസ് nc2 a⁻n-2 b² പ്ലസ് എക്സെട്രാ പ്ലസ് nCn a⁻0 b⁻n. ഇതാണ് നമ്മളെന്ത് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇക്വേഷൻ ഇതാണ് a+b⁴ ജനറൽ ഇക്വേഷൻ. നോക്കിയേ, ഇക്വേഷൻ കാണാൻ പഠിക്കുന്ന വല്ല ആവശ്യമൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. nc ഒരു സിയുടെ ഒരു ടേം ഉണ്ട്, പിന്നെ a എന്നൊരു ടേം ഉണ്ട്, b എന്നൊരു ടേം ഉണ്ട്. എയും ബി അവിടെ ഉള്ള ക്വസ്റ്റ്യനകത്തുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ഇക്വേഷൻ ഉള്ളത്? സി എന്നൊരു ടേമും കാണുന്നുണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. ശ്രദ്ധിച്ചാൽ മതി. nc0 ഈ n ആ സിയുടെ മുകളിൽ n എല്ലായിടത്തും ഉള്ളതാണ്. താഴെ ആ സഫിക്സ് വരുന്ന 0-യിലാണ് തുടങ്ങുന്നത്. 0 തുടങ്ങിയത് എവിടെ വന്ന് അവസാനിക്കുന്നത്? n വന്നാണ് അവസാനിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ ലോജിക്ക് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. എന്നുവെച്ചാൽ നോക്കിയാൽ മതി. nc0 അതായത് സി എന്ന് പറഞ്ഞ ടേമിൻ്റെ മുകളിലാണ് എന്തുണ്ടാക്കുന്നത്? n കിടക്കുന്നത്. ആ n എല്ലായിടത്തും അതുപോലെയാണ്. നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. താഴെ സഫിക്സ് കിടക്കുന്ന 0-യിലാണ്. എന്തിനാണ് തുടങ്ങുന്നത്? 0-യിലാണ് തുടങ്ങുന്നത്. 0 തുടങ്ങി അടുത്ത എന്തോ 1 വരും, അടുത്ത 2, അവിടെ നിന്ന് എവിടം വരെ എക്സെട്രാ n വരെ വരും. ഇനി അടുത്ത ടേമായിട്ടുള്ള a, നമ്മുടെ ഫസ്റ്റ് ടേം ഏതാണ്? എ ആണ്. അപ്പോൾ എയുടെ പവർ തുടങ്ങും. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതാണ് അവിടുത്തെ പവർ ഫസ്റ്റ് തുടങ്ങുന്നത്. അവിടെ നിന്ന് അടുത്ത ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും? 1 കുറയും. അതിന് അടുത്ത ടൈം ആകുമ്പോൾ പിന്നെയും 1 കുറയും. അങ്ങനെ എവിടം വരെ വരും? 0 വരെ വരും പവർ. അപ്പോൾ എയുടെ പവർ എന്തിൽ തുടങ്ങി? തരുന്ന ക്വസ്റ്റ്യനുള്ള എന്നിൽ തുടങ്ങി. അത് കുറഞ്ഞ് എവിടെ വന്ന് അവസാനിക്കും? 0 വന്ന് അവസാനിക്കും. ഇനി അടുത്ത നമ്മുടെ ബി ഉണ്ട്. ബിയുടെ പവർ തുടങ്ങുന്നത് 0-യിലാണ്. നമ്മളിവിടെ എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഏത് ടേമിൻ്റെയും പവർ 0 ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബിയുടെ പവർ എന്തിൽ തുടങ്ങുന്നു? 0-യിൽ തുടങ്ങി. അടുത്ത ടൈം എന്താവും? 1 ആയി, അടുത്ത 2 ആയി, എക്സെട്രാ എവിടെ വന്ന് അവസാനിക്കും? n വന്ന് അവസാനിക്കും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വെച്ചാൽ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചൊരു മനസ്സിലാക്കിയൊരു മൈൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ a+b⁴n എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? nc0 a⁻n. ആ സി എന്ന പവറിനകത്ത് സഫിക്സ് 0-യിൽ തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? n വന്ന് അവസാനിക്കുന്നു. ഫസ്റ്റ് ടൈമിൻ്റെ പവർ n തുടങ്ങി എവിടെ വന്ന് അവസാനിക്കുന്നു? 0-യിൽ വന്ന് അവസാനിക്കുന്നു. സെക്കൻഡ് ടൈമിൻ്റെ പവർ എന്തിൽ തുടങ്ങുന്നു? 0-യിൽ തുടങ്ങി എവിടെ വന്ന് അവസാനിക്കുന്നു? n വന്ന് അവസാനിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് പോകുന്നു? ഇക്വേഷൻ പോകുന്നത്. ഇതിപ്പോൾ a+b⁴ നമ്മുടെ ഇക്വേഷൻ അത് a+b² മാത്രമല്ല, അല്ലെങ്കിൽ a+b³ മാത്രമല്ല, പ്ലസിന് മാത്രം എന്തും വരാം? നെഗറ്റീവും വരാം. അപ്പോൾ ഇക്വേഷൻ എന്ത് വരാൻ ചാൻസ് ഉണ്ട്? നെഗറ്റീവ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താകാം? a - b⁴n ആകാം.
ഇപ്പോൾ a മൈനസ് ബി ഹോൾ റൈസ് ടു n ആയാൽ ഇക്വേഷന് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണെന്ന് അറിയാമല്ലോ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. a മൈനസ് ബി ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ടേമിന് എന്ത് വരും? നെഗറ്റീവ് വരും. എപ്പോഴും ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യുക? സൈൻ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഫസ്റ്റ് ടേം എപ്പോഴും പോസിറ്റീവ് ആവണ്ടേ? NC0 a റൈസ് ടു n വരും. സെക്കൻഡ് ടേം എന്താകും? നെഗറ്റീവ് ആവും. നെഗറ്റീവ് NC1 a റൈസ് ടു n മൈനസ് 1 b റൈസ് ടു 1 ആവും. അടുത്ത എന്താണ്? പോസിറ്റീവ് ആവും. NC2 a റൈസ് ടു n മൈനസ് 2 b സ്ക്വയർ. അടുത്ത എന്താകും? നെഗറ്റീവ് ആവും. എക്സെട്ര പ്ലസ് എന്താണ്? NCn a റൈസ് ടു 0 b റൈസ് ടു n. നമ്മൾ പ്ലസ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് അറിയത്തില്ല ലാസ്റ്റ് ടേം ഏതാണെന്ന്. ചിലപ്പോൾ അത് പ്ലസ് ആകാൻ ചിലപ്പോൾ എന്താകും? നെഗറ്റീവ് ആവും. വരുന്ന ടേം അനുസരിച്ചിരിക്കും പ്ലസും നെഗറ്റീവും ഒക്കെ ആകുന്നു. അപ്പോൾ അത് ചോദിക്കുക, നമുക്ക് രണ്ട് ഇക്വേഷൻസ് പഠിക്കാം. രണ്ട് ഇക്വേഷൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ മാറ്റം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്ലസിന് ശേഷം നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക? സൈൻ മാറ്റി കൊടുക്കുക. ഫസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ അടുത്ത ടൈം എന്ത് ചെയ്യും? അടുത്ത നെഗറ്റീവ് വരും. പിന്നെ സൈൻ മാറി പോസിറ്റീവ് ആവും, പിന്നെ നെഗറ്റീവ് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും ഇക്വേഷൻ. അത് അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മുടെ 2-3 ടേം ആകുള്ളത് n ഉണ്ട്, c ഉണ്ട്, a ഉണ്ട്, b ഉണ്ട്. അപ്പോൾ NC0 സഫിക്സ് 0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? n വന്ന് അവസാനിക്കും. എയുടെ പവർ n തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? 0 വന്ന് അവസാനിക്കും. ബിയുടെ പവർ 0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? n വന്ന് അവസാനിക്കും. അതാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്ത് വന്നാലും പവർ വന്ന ഇക്വേഷൻ അപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് കണക്ക് ചെയ്യാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെർമുട്ടേഷൻ കോമ്പിനേഷൻ അത് പഠിക്കുന്ന ഒരു കാര്യമാണ് NCR. അപ്പോൾ NCR വന്നേക്കുന്നത് NCR എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് അല്ലാതെ നമുക്ക് സാധാരണ നമുക്ക് കാൽക്കുലേറ്റർ അടിച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കാൽക്കുലേറ്റർ കിട്ടും. അല്ല കാൽക്കുലേറ്റർ അടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ NCR എന്ന് പറയുന്നത് ഇക്വേഷൻ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇനി എന്താണ് ഫാക്ടോറിയൽ എന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കാം. പഠിക്കാൻ മറ്റേ ചാപ്റ്റർ പഠിക്കുന്ന എന്താണ് ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് തരുന്ന സംഖ്യ ഇപ്പം 3 ഫാക്ടോറിയൽ എന്ന് വല്ലതും പറയുകയാണ്. നമ്മൾ ഈ ചിഹ്നത്തെ പറഞ്ഞ പേരാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫാക്ടോറിയൽ എന്ന് പറയുകയാണെങ്കിൽ 1 തൊട്ട് ആ പറഞ്ഞ ടേം വരെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എന്ത് കിട്ടും? 1 × 2 × 3. അതാണ് പറയുന്നത് 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത വെച്ചാൽ 5 ഫാക്ടോറിയൽ എന്നാണ് പറയുന്നതെങ്കിൽ 1 × 2 × 3 × 4 × 5. അതായത് 1 തൊട്ട് എവിടെ വരെ മൾട്ടിപ്ലൈ ചെയ്യുക? ആ പറയുന്ന ടേം വരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ 6 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 തൊട്ട് എന്ത് ചെയ്യുക? 6 വരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ NCR ഇക്വേഷൻ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. നമുക്ക് അതുകൊണ്ട് എഴുതി കണ്ടുപിടിക്കാനും പറ്റും, അല്ലെങ്കിൽ നമ്മൾ എന്താ കാൽക്കുലേറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാനും കണ്ടുപിടിക്കാനും പറ്റും. നമുക്കിനി അടുത്ത ഇതിൻ്റെ കണക്കുകൾ എങ്ങനെ നമുക്ക് പരിചയപ്പെടാം. നമ്മളിപ്പം എങ്ങനെയാണ് ജനറൽ ഇക്വേഷൻ എന്നുള്ള ബൈനോമിയൽ തിയറത്തിനെ നോക്കിക്കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊരു കാര്യം നോക്കാം. അതായത് ബൈനോമിയൽ തിയറം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഒക്കെ അറിയാവുന്ന ഇക്വേഷൻസാണ്. അപ്പോൾ അത് വെച്ച് തിയറം അപ്ലൈ ചെയ്ത് എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമ്മൾ തിയറം അപ്ലൈ ചെയ്ത് എങ്ങനെയാണ് നോക്കാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് വന്നെങ്കിൽ 2 ആണ്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് വരുന്നത് 2c0. ഇക്വേഷൻ നോക്കിയാൽ മതി. NC0 ആണ്. അപ്പോൾ 2c0. അതിന് ശേഷം ഫസ്റ്റ് ടേമിൻ്റെ പവർ എന്തായിരിക്കും? n ആയിരിക്കും. എയുടെ പവർ n ആയിരിക്കും. എയുടെ പവർ എന്തായിരിക്കും? 2 ആയിരിക്കും. ബിയുടെ പവർ 0 എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്ത ടേം ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്താൽ പോരെ. അടുത്ത ടേം വരുന്നത് എന്താണ്? 2c0 ആണ്. സഫിക്സിന് അടുത്ത് എന്ത് വരും? 1 വരും. അതായത് 2c1 വരും. 2c1. അടുത്ത എയുടെ പവറിന് എന്ത് ചെയ്യും? 1 കുറയും. എന്താവും? a 1 ആവും. ബിയുടെ പവർ പിന്നെ കൂടാൻ തുടങ്ങും. ബിയുടെ പവർ എന്തിൽ തുടങ്ങും? 1 തുടങ്ങും. അപ്പം b 1 ആയി. പ്ലസ് അടുത്ത എന്താവും? 2c2 സഫിക്സ് എവിടെ ആയി? 2 ആയി. നമ്മുടെ ഇക്വേഷൻ നോക്കിയാണ് ശ്രദ്ധിച്ച് എവിടെ നടക്കുന്നത്? NC0 തുടങ്ങി വന്ന് അവസാനിക്കുന്ന NCn-ലാണ്. മുകളിലത്തെ ടൈം എവിടെയാണോ താഴെ വന്ന് അവസാനിക്കും അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ 2c0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കുക? 2c2 വരെ അവിടെ ഉള്ള ടൈം അത്രേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ടൈം നോക്കാം. എയുടെ പവർ ഇപ്പോൾ എന്തായി? 2 ആയി കുറഞ്ഞിട്ട് 1 ആയി. 1 കുറഞ്ഞ് എന്താവും? 0 ആയി. എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ബിയുടെ പവർ കൂടി എന്താവും? 2 ആയിട്ട് മാറും. അതായത് b സ്ക്വയർ ആവും. ആണ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി വരുന്ന വാല്യൂസ് അതായത് കോമ്പിനേഷൻ്റെ ഈ സിയുടെ വാല്യൂ അപ്ലൈ ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വെച്ച് ഫാക്ടറികൾ വെച്ച് വേണമെങ്കിലും ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന ഫാക്ടറികൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ മെച്ചങ്ങൾ വെച്ചാൽ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. ചെയ്ത് നോക്കണം. നമ്മൾ കാൽക്കുലേറ്റ് അടിച്ചാൽ പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ 2c0യുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 2c0 വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് ഉത്തരം കിട്ടും? a സ്ക്വയർ എന്ന് വരും. പ്ലസ് 2c1ൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. 2 ആയി. a പവർ 1 ആയതുകൊണ്ട് a ആണ്. ബിയുടെ പവർ 1 ആയതുകൊണ്ട് b ആണ്. അപ്പം 2ab എന്നായി. പ്ലസ് അടുത്ത 2c2യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 2c0യുടെ വാല്യൂ 1 ആണ്. 2c2ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. എന്ത് കിട്ടിയത്? b സ്ക്വയർ എന്ന് കിട്ടി. ഇത്രയുള്ള സാധനം നോക്കിയേ. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വേഷൻ എന്തുവാ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ഒരു ഇക്വേഷൻസ് ആണ്. എന്താണ്? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചാൽ എന്താണ്? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അതെങ്ങനെയാണ് നമ്മുടെ ഈ ബൈനോമിയൽ തിയറത്തിനകത്ത് അപ്ലൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്? കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വരെ എന്ത് നോക്കാം? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നോക്കാം. a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഇതുപോലെ തന്നെ
2c0 എയുടെ പവർ എന്ത് വന്നു 2 വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും നെഗറ്റീവ് വരണമെങ്കിൽ ആദ്യത്തെ ടൈം എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും, പിന്നെ സൈൻ മാറ്റി മാറ്റി അടുത്ത ടൈം എന്ത് വരും നെഗറ്റീവ് വരും. നെഗറ്റീവ് 2 ഇവിടെ 0 അല്ല, അടുത്ത് എന്താകും 2c 1 ആവും. എയുടെ പവർ കുറഞ്ഞ എന്തായും 1 ആയി, ബിയുടെ പവർ 1 തുടങ്ങും. അടുത്ത നെഗറ്റീവ് ആണ് വന്നേക്കുന്നത്, അടുത്ത ടൈം എന്താവും പ്ലസ് ആവും. 2c 2 ആയി, എയുടെ പവർ എന്തായി 0 ആയി, ബിയുടെ പവർ എന്താവും 2 ആവും. ഇത് നോക്കിയേ ഇവിടെ 2c 2 അല്ല NCN അവിടെ സംബന്ധം സ്റ്റോപ്പ് ചെയ്യാം, ഉടൻ വരെ നമുക്ക് ചെയ്യാൻ. ഇനി അടുത്ത 2c0 വാല്യൂ നേരത്തെ പറഞ്ഞാൽ എത്രയാണ് 1 ആണ് 2c0 വാല്യൂ. അപ്പോൾ എന്ത് കിട്ടി a² ആയി. മൈനസ് 2c1ൻ്റെ വാല്യൂ എന്താണ് 2c1ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ എന്ത് കിട്ടി 2ab കിട്ടി. പ്ലസ് അടുത്ത 2c2 വാല്യൂ എന്താണ് 1 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ എന്ത് കിട്ടി b² കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്മുടെ a - b ഹോൾ സ്ക്വയർ എക്സ്പാൻഷൻ എന്തുവാ a² - 2ab + b². അപ്പോൾ നമ്മുടെ എക്സ്പാൻഷൻ കിട്ടിയല്ലോ a² - 2ab + b² എന്ന് പറഞ്ഞാൽ നമ്മുടെ a - b ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന ഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ സ്റ്റെപ്പുകളാണ്. അത് നമ്മൾ എന്ത് ചോദിച്ച് നമ്മുടെ ഈ ഫോമിൽ വെച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളതിനകത്ത്. നമുക്കിനി ഓരോ നോക്കാം. a + b ഹോൾ ക്യൂബിൻ്റെ കാര്യം നമുക്ക് നോക്കാം. അതായത് a + b ഹോൾ ക്യൂബ്. a + b ഹോൾ ക്യൂബ് എന്നത് ക്യൂബാണ് വരുന്നത്. ക്യൂബ് എന്നത് എന്തായി മാറും 3c0 എന്തായി 3c0. എയുടെ പവർ എന്ത് വരും ക്യൂബ് വരും, ബിയുടെ പവർ 0 ആണ്, എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് അടുത്ത എന്ത് വരും 3c1 വരും, എയുടെ പവർ 2 ആവും, ബിയുടെ പവർ എന്താവും 1 ആവും. പ്ലസ് അടുത്ത എന്താണെന്ന് 3c2 ആവും, എയുടെ പവർ എന്തായി 1 ആയി, ബിയുടെ പവർ എന്താവും 2 ആവും. പ്ലസ് അടുത്ത എന്ത് വരും 3c3, എയുടെ പവർ എന്തായി 0 ആവും, ബിയുടെ പവർ എന്താവും 3 ആവും. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിയേ. നമ്മൾ ജനറൽ ഇക്വേഷൻ പഠിക്കുന്ന പോലെ തന്നെ 0 തുടങ്ങി എവിടെ നിന്ന് അവസാനിച്ച് 3, അതായത് n വന്ന് അവസാനിച്ചു. ഇനി അടുത്ത എയുടെ പവർ ക്യൂബ് തുടങ്ങി സ്ക്വയറായി 1 ആയി എന്തായി 0 ആയി. ബിയുടെ പവർ എന്ത് തുടങ്ങി 0 തുടങ്ങി, നമ്മൾ 0 എഴുതുന്നില്ലെന്നേ ഉള്ളൂ, 1 ആയി 2 ആയി എന്തിലായി 3 വന്ന് അവസാനിച്ചു. ഈ 3c0യുടെ വാല്യൂ എന്താണ് 1 ആണ്. ഇനി താഴെ സഫിക്സ് 0 ആണ് വരുന്നത് എന്തായിരിക്കും ഉത്തരം 1 ആയി. അങ്ങനെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക, കാണാപ്പാടം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ സഫിക്സ് 3 ആണ് വരുന്നത് എന്തായിരിക്കും ഉത്തരം 1 ആയി. സഫിക്സ് 3യുടെ മുകളിലത്തെ ടൈം തന്നെയാണ് NCN എന്ന് പറഞ്ഞാലും NC0യുടെ ഉത്തരം എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ ഇതിന് ഉത്തരം വേണ്ടി എന്ത് കിട്ടി a³ വരും. പ്ലസ് 3c1ൻ്റെ വാല്യൂ വെച്ചാൽ 3 ആയിരിക്കും, അതായത് 3a²b കിട്ടി. പ്ലസ് 3c2ൻ്റെ വാല്യൂ എന്തായിരിക്കും 3n ആയിരിക്കും, അപ്പോൾ 3ab² കിട്ടി. പ്ലസ് 3c3 വാല്യൂ വെച്ചാൽ 1 ആണ്, എന്ത് കിട്ടി ഉത്തരം b³ കിട്ടി. എനി പവർ ടൈം ഓഫ് 0 എന്ന് വെച്ചാൽ 1 ആയിരിക്കും, അല്ലാതെ 0 എന്ന് വെച്ചാൽ ഉത്തരം 0 എന്ന് എഴുതി വെക്കില്ല കേട്ടോ. ഏതോ ടൈമിൻ്റെയും പവർ 0 ഉത്തരം എന്തായിരിക്കും 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായി a³ + 3a²b + 3ab² + b³. നമ്മൾ പഠിക്കുന്ന a + b ഹോൾ ക്യൂബ് നമ്മളിപ്പോൾ എന്ത് വെച്ച് ചെയ്തു ബൈനോമിയൽ തിയറം വെച്ച് ചെയ്തു. നമ്മൾ ഉദാഹരണം നോക്കിയത് മാത്രമേ ഉള്ളൂ. ഈ സാധനം നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചിലപ്പോൾ ഇതിനെക്കാട്ട് കൂടിയ ടൈം ആയിരിക്കാം, അല്ലെങ്കിൽ കൂടിയ പവർ ആയിരിക്കും. അങ്ങനെ ചെയ്യാനാണ് നമ്മൾ കൂടുതൽ എന്ത് ഉപയോഗിക്കുന്നത് ബൈനോമിയൽ തിയറം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ ചാപ്റ്ററിനകത്ത് നിന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം വെച്ച് എങ്ങനെയാണ് ജനറൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ തിയറത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കിയത്. ഇനി നമ്മുടെ ഈ ചാപ്റ്ററിന് ചോദിക്കുന്നത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ ബോർഡ് കിടപ്പുണ്ട് 2x - x/2 ഹോൾ റൈസ് ടു 5. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ വരാണ് 3 വരാണ് പഠിച്ചത്, പവർ 3 വരുന്നത്. ഇപ്പോൾ എന്താ പവർ വന്നേക്കുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ വെച്ച് തന്നെ എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെ വരും 5c0 ഫസ്റ്റ് എന്തായിരിക്കും വരുന്നത് 5c0. പിന്നെ ശേഷം എന്താണ് സെക്കൻഡ് ടേം 2x ഹോൾ റൈസ് ടു 5. 5c0 2x ഹോൾ റൈസ് ടു 5. സെക്കൻഡ് ടൈം എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി അടുത്ത സൈൻ എന്താ വരുന്നത് നെഗറ്റീവ് ആണ്. കാരണം എന്താണ് ഇവിടെ വന്നേക്കുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് ഓൾട്ടർനേറ്റീവ് സൈൻ മാറിക്കൊണ്ടിരിക്കും. ഫസ്റ്റ് എപ്പോഴും എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് നെഗറ്റീവ് വരും 5c1. c0 എത്ര വരും 1 വരും. ഇനി ഇതിൻ്റെ പവർ എന്താവും 4 ആകും, അതായത് 2x ഹോൾ റൈസ് ടു 4 ആകും. ഇതിൻ്റെ പവർ എന്താവും 1 ആകും. അപ്പോൾ എന്ത് കിട്ടും x/2 ഹോൾ റൈസ് ടു 1. ഇനി നെഗറ്റീവ് അടുത്ത എന്താവും ഇനി പ്ലസ് ആവും. പ്ലസ് 5c2 2/x എന്തായി മാറും ഇനി നോക്കിയാൽ മതി. ഇവിടെ 4 അടുത്ത് എന്ത് വരും 3 വരും, ഇതെന്തായി മാറും 2 ആയിട്ട് മാറും. അപ്പം x/2 ഹോൾ സ്ക്വയർ ആവും. പ്ലസ് അല്ല, ഇപ്പോൾ ഇവിടെ പ്ലസ് ആണ്, അടുത്ത ടൈം എന്ത് വരും നെഗറ്റീവ് വരും. നെഗറ്റീവ് 5c3 2/x ഹോൾ റൈസ് ടു 3 അല്ല 3 കുറേ എത്ര ആകും 2 ആകും. ഇതെന്താവും x/2 ഹോൾ റൈസ് എത്ര കിട്ടും 3 വരും. x/2 ഹോൾ റൈസ് 3. ഇതിൻ്റെ ബാക്കിയാണ് ഞാൻ എഴുതുന്നത് നോക്കിയാൽ നെഗറ്റീവ് അല്ല നടത്തുന്ന പ്ലസ് ആയിരിക്കും വരുന്നത്, അതായത് 5c4 2/x ഹോൾ റൈസ് ടു 1. അടുത്ത എന്ത് വരും x/2 ഹോൾ റൈസ് ടു 4 വരും. 3 എന്താവും 4 ആകും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നെഗറ്റീവ് പോസിറ്റീവ് അടുത്ത നെഗറ്റീവ് വരും 5c5 2/x 1 അല്ല 1 എന്തായി മാറും 0 ആയിട്ട് മാറും. എഴുതേണ്ട ആവശ്യമില്ല. ഇനി പവർ 0 എന്ന് വെച്ചാൽ എന്തായിരിക്കും 1 ആയിരിക്കും ഉത്തരം. x/2 ഹോൾ റൈസ് ടു 5 ആയിരിക്കും വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം
സാധനം അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഈ കാര്യം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം. ബാക്കിയൊക്കെ സിമ്പിളാണ് ചെയ്യുന്ന കാര്യം. കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ നമ്മളെല്ലാം നമ്മുടെ ചെയ്താൽ മാത്രം മതി. ഈ കൊടുക്കുന്ന രീതി മാത്രമല്ല വ്യത്യാസം. അപ്പോൾ NC0 തുടങ്ങും. NC എന്ന് വെച്ചാൽ എന്നാ ഇവിടെ 5 ആണ്. അപ്പോൾ 5C0 തുടങ്ങി 2/x the whole raised to 5. ഫസ്റ്റ് ടൈമിൻ്റെ പവർ എന്തായിരിക്കണം? 5 ആയിരിക്കണം. സെക്കൻഡ് ടൈമിൻ്റെ പവർ 0 ആയിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സഫിക്സ് 0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കണം? N വന്ന് അവസാനിക്കണം. അതായത് 5 തന്നെ വന്ന് അവസാനിക്കണം. ഈ ആദ്യത്തെ ടൈമിൻ്റെ പവർ 5 തുടങ്ങി കുറഞ്ഞ് എവിടെ വന്ന് അവസാനിച്ചു? 0 വന്ന അവസ്ഥ. 0 നമ്മൾ എഴുതിയില്ലെന്നേ ഉള്ളൂ. സെക്കൻഡ് ടൈമിൻ്റെ പവർ 1 തുടങ്ങി. 1 0 തുടങ്ങുന്നത്. അടുത്ത് 1 തൊട്ട് തുടങ്ങി എവിടെ വന്ന് അവസാനിച്ചു? 5 വന്ന് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പോകും? ഈ എക്സ്പാൻഷൻ പോകും. നമുക്ക് ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 5C0 വാല്യൂ 1 ആയിരിക്കും. നമ്മൾ പഠിച്ചു വെച്ചേക്കുക NC0 വാല്യൂവും NCNൻ്റെ വാല്യൂ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? 1 ആയിരിക്കും. 5C0 വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 × 2⁵5 എന്നിട്ടും 2⁵5 ഡിവൈഡ് ബൈ എന്ത് വരും? x⁵5 എന്ന് വരും. മൈനസ് 5C1 എന്നിട്ടും 5C1 സോറി മറ്റേ എഴുതാം. 5C1ൻ്റെ വാല്യൂ എത്ര കിട്ടും? 5C1ൻ്റെ വാല്യൂ 5 ആണ്. -5 2/x the whole raised പറഞ്ഞായിരുന്നു 2⁴ ഡിവൈഡ് ബൈ x⁴ ഇൻറ്റു x/2 എന്ന് വരും. പ്ലസ് 5C2ൻ്റെ വാല്യൂ വെച്ചാൽ 10 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 10 2ൻ്റെ ക്യൂബ് ഡിവൈഡ് ബൈ x³ ഇൻറ്റു x² ഡിവൈഡ് ബൈ 2ൻ്റെ സ്ക്വയർ മൈനസ് 5C3യുടെ വാല്യൂ എന്താണ്? എന്ത് തന്നെയാണ്? 10 തന്നെയാണ്. അപ്പോൾ എന്ത് കിട്ടും? 10 എടുത്താൽ കൊടുക്കാമല്ലോ. അപ്പോൾ എന്തായി? 2² ഡിവൈഡ് ബൈ x² ഇൻറ്റു x³ ഡിവൈഡ് ബൈ 2³ ശേഷം ബാക്കിയുള്ള അതോട്ട് എഴുതുന്നത് ശ്രദ്ധിക്കണേ. പ്ലസ് ആണ് വരുന്നത്. 5C4ൻ്റെ വാല്യൂ എന്താണ്? 5C4ൻ്റെ വാല്യൂ 5 ആണ് കേട്ടോ. 5C4ൻ്റെ വാല്യൂ 5 ആണ്. 2/x all raised to 1 എന്തായിരിക്കും? 2/x ആയിരിക്കും. മറ്റെന്ത് വരും? x⁴ ഡിവൈഡ് ബൈ 2⁴ എന്ന് വരും. മൈനസ് 5C5ൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ബാക്കി എന്തുള്ളത്? x/2 the whole raised to 5 അതായത് x⁵5 ഡിവൈഡ് ബൈ 2⁵5 എന്ന് കിട്ടും. ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് ഈ അകത്തോട് കൊടുത്തതെന്ന് അറിയാമല്ലോ. എങ്ങനെ കൊടുത്തത് നമുക്കറിയാം. a/b the whole raised to n എന്ന് വെച്ചാൽ a⁵n by b⁵n. ഓരോ ടൈമിലും എന്തൊക്കെയാണ് നമ്മൾ പവർ കൊടുക്കണം. അത്ര ഉള്ള ചെയ്ത് നോക്കിയാൽ 2⁵5ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 2⁵5 32 ആയിരിക്കും. അപ്പോൾ 32 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? x⁵5 എന്ന് വരും. മൈനസ് നോക്കിയേ ഇവിടെ ഈ ഒരു 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എന്തായി? ക്യൂബായി. 2³ ആവും. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അപ്പോൾ എന്തായും? x³ ആയി. 2³ വാല്യൂ വെച്ചാൽ 8 ആണ്. 2 × 2 × 2 അല്ല. 2 × 4 4 × 2 8 ആണ്. 8 × 5 എന്ത് കിട്ടും? 40 കിട്ടും. അപ്പോൾ എന്തായും? 14 ഡിവൈഡ് ബൈ x³ എന്ന് വരും വാല്യൂ ആയി. പ്ലസ് അടുത്തത് നോക്കിയേ ഇവിടെ 2² അല്ല. ഈ സ്ക്വയർ കൊണ്ട് കട്ട് ചെയ്ത് പോയി. ടൈം കട്ട് ചെയ്ത് പോയി. ഇതിൻ്റെ x³ ഉണ്ട്. ഈ ക്യൂബ് എന്ത് ചെയ്യും? ഈ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്ത് ബാക്കി എന്താ? 1 ആവായിരുന്നു. 10 × 2 എന്താണ്? 20 ആണ്. അപ്പോൾ 20 ഡിവൈഡ് ബൈ എന്ത് വരും? താഴെ x ആവും. 20 ഡിവൈഡ് ബൈ x എന്ന് വരും. ശേഷം സൈൻ എന്താണ്? മൈനസ് ആണ്. നോക്കുക അടുത്തെന്ന് വെച്ചാൽ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ടൈം നോക്കിയാൽ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ 20 ഡിവൈഡ് ബൈ x ഒന്ന് ക്യാൻസൽ ആയി പോയി. നെഗറ്റീവ് ആണ്. നോക്കാം എങ്ങനെയാണുള്ള കട്ട് ചെയ്യുന്ന രീതി. x² x³ ഇത് കട്ട് ചെയ്തപ്പോൾ മണ്ടക്ക് എന്ത് വരും? ഒരു പവർ വരും. ഈ 2³ കട്ട് ചെയ്തിട്ട് താഴെ എന്ത് വരും? 1 വരും. ഈ 2ഉം 5 കട്ട് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ എത്ര ഉത്തരം വരുന്നത്? -5x എന്ന് വരും. എന്ത് കിട്ടും? -5x എന്ന് വരും. ഇനി അടുത്ത സൈൻ എന്താണ്? പ്ലസ് ആണ്. നോക്കിയേ ഇവിടെ ഒരു x കട്ട് ചെയ്തപ്പോൾ എന്താണ്? ക്യൂബ് ആകും. ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്തപ്പോൾ എന്താ? ഇവിടെ ക്യൂബായി. ബാക്കി എന്തുള്ളത്? 5x³ ഡിവൈഡ് ബൈ 2³ വാല്യൂ വെച്ചാൽ 8 ആണ്. മൈനസ് എന്ത് വരും? x⁵5 ഡിവൈഡ് ബൈ 2⁵5ൻ്റെ വാല്യൂ 32. നമ്പറാണ് നമ്മുടെ ഉത്തരവ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നോക്കിയേ? 2/x - x/2 the whole raised to 5 നമ്മൾ എക്സ്പാൻഡ് ചെയ്തെന്ന രീതി മനസ്സിലായല്ലോ. എങ്ങനെയാണ്? സി എന്ന് പറയുന്ന ടൈമിൻ്റെ പവർ എന്ന് പറയുന്നത് സിയുടെ സഫിക്സ് 0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? n അല്ലെങ്കിൽ ആ പറയുന്ന പവറിൽ വന്ന് അവസാനിക്കും. ഫസ്റ്റ് ടൈമിൻ്റെ പവർ n തുടങ്ങി എന്തിൽ വന്ന് അവസാനിക്കും? 0 വന്ന് അവസാനിക്കും. സെക്കൻഡ് ടൈമിൻ്റെ പവർ 0 തുടങ്ങി എവിടെ വന്ന് അവസാനിക്കും? n വന്ന് അവസാനിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ് വരുന്നത്. ഓൾട്ടർനേറ്റീവ് എന്ത് ചെയ്യുക? സൈൻ മാറ്റി കൊടുക്കുക. ആദ്യമേ പോസിറ്റീവ് തന്നെ തുടങ്ങണം. പിന്നെ എന്ത് ചെയ്യണം? സൈൻ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുക? സൈൻ ആണ് എല്ലായിടത്തും എന്തിട്ട് കൊടുക്കുക? പോസിറ്റീവ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നേരത്ത് ക്യാൻസൽ ആയി പോകുന്ന സാധനം എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ക്യാൻസൽ കളയാൻ ശ്രമിക്കുക. ക്യാൻസൽ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ അടുത്തേയും x/3 + 1/x the whole raised to 5 എന്നൊരു ടേം നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെ. നേരത്തെ നമുക്ക് നെഗറ്റീവ് ആണ് വന്നത്, ഇവിടെ എന്താണ് വന്നേക്കുന്നത്? പോസിറ്റീവ് ആണ് വന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ആ 5 തുടങ്ങുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരുന്നത്? 5c0 ഫസ്റ്റ് ടേമിൻ്റെ പവർ എന്ത് വരും? x/3 the whole raised to 5 വരും. പ്ലസ് ഇവിടെ സൈൻ ഒന്നും മാറ്റാൻ ആവശ്യമില്ല, കാരണം പ്ലസ് ആണ്. എല്ലാ ടൈമും എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. അപ്പോൾ അടുത്ത് എന്ത് വരും? 5c1 0 അതിനടുത്ത് വരും 1 വരും. ഇതിൻ്റെ പവർ എന്ത് ചെയ്യും? 1 കുറയും. അപ്പോൾ x/3 the whole raised to 4 ആകും. അടുത്ത് എന്താവും? അടുത്ത സെക്കൻഡ് ടൈം ഏതാണ്? 1/x. 1/xൻ്റെ പവർ 1 ആവും. അപ്പം 1/x the whole raised to 1. പ്ലസ് അടുത്തയാണ് 5c2
x by 3 the whole raised 4 കുറഞ്ഞ എത്രയായി മാറും 3 ആയിട്ട് മാറും x by 3 the whole cube into 1 by x ന്റെ പവർ ഒന്നുകൂടെ കൂടും എത്ര ആവും 1 by x the whole square ആവും ബാക്കി താഴോട്ട് എഴുതുവാണേ പ്ലസ് 5c3 5c2 5c3 ആവും x by 3 the whole raised എത്ര ആവും 2 ആവും 1 by x the whole cube ആവും പ്ലസ് 5c4 x by 3 the whole raised to 1 ആവും 1 by x the whole raised to 4 ആവും പ്ലസ് 5c5 അപ്പോൾ ഈ ടേം 0 ആയപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ 1 by x the whole raised to 5 ആയിട്ട് മാറും അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് 5c0 സഫിക്സ് എന്ത് തുടങ്ങി 0 ആയി തുടങ്ങി 1 ആയി 2 ആയി 3 ആയി 4 ആയി എന്ത് വന്ന് അവസാനിച്ചു 5 വന്ന് അവസാനിച്ചു ഫസ്റ്റ് ടൈം എന്ത് തുടങ്ങി 5 തുടങ്ങി അത് പിന്നെ എന്തായി 4 ആയി പിന്നെ 3 ആയി പിന്നെ 2 ആയി പിന്നെ 1 ആയി പിന്നെ എന്തായി 0 ആയിട്ട് മാറി ഇനി അടുത്ത ടൈം വെച്ചാൽ 0 തുടങ്ങും 0 ഇനി ഏത് ടൈമിലും പവർ 0 നമ്മൾ എന്ത് ചെയ്യത്തില്ല അത് എഴുതത്തില്ല കാരണം ഉത്തരം 1 ആയിരിക്കുമല്ലോ പിന്നെ 1 തുടങ്ങി 2 ആയി 3 ആയി 4 ആയി 5 ആയി നമുക്ക് ഇനി എന്ത് ചെയ്യാം എക്സ്പാൻഡ് ചെയ്താം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5c0 വാല്യൂ നേരത്തെ തന്നെ വെച്ചാൽ ഏത് ടൈമിൻ്റെയും NC0 NC n എന്തായിരിക്കും 1 തന്നെ ആയിരിക്കും 1 ആയിരിക്കും വരുന്നത് x raised to 5 ഡിവൈഡ് ബൈ എന്ത് വരും 3 raised to 5 എന്ന് വരും പ്ലസ് 5c1 ൻ്റെ വാല്യൂ എന്താണ് 5 ആണ് 5 x raised to 4 ഡിവൈഡ് ബൈ 3 raised to 4 1 by x എന്ന് വരും പ്ലസ് 5c2 ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 10 ആണ് അപ്പോൾ 10 x ക്യൂബ് ഡിവൈഡ് ബൈ 3 ക്യൂബ് 1 സ്ക്വയർ 1 തന്നെ എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ x സ്ക്വയർ എന്ന് വരും ഇതറിയാലോ പ്രത്യേകിച്ച് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യും ഓരോ ടൈം നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയർ എടുത്ത് കൊടുക്കാം എക്സിന് ക്യൂബിന് സ്ക്വയർ അടുത്തതെന്ന് വെച്ചാൽ താഴത്തെ ടൈം കൊടുത്ത് അതുപോലെ സ്ക്വയർ 1 കൊടുത്ത് ഇതിന് കൊടുത്ത് എന്ന് വെച്ചാൽ 1ൻ്റെ ഏതൊരു പവർ എന്ത് തന്നെ ആയിരിക്കും 1 തന്നെ ആയിരിക്കും ഇനി അടുത്ത പ്ലസ് 5c3 വാല്യൂ എന്ത് തന്നെ 10 തന്നെ 10 x സ്ക്വയർ ഡിവൈഡ് ബൈ 3 സ്ക്വയർ പ്ലസ് എന്ത് വരും 1 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എന്ന് സോറി ഇൻറ്റു 1 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എന്ന് വരും പ്ലസ് അടുത്തത് 5c4 വാല്യൂ 5 ആണ് അപ്പോൾ 5 x by 3 1 ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 4 എന്ന് വരും തൊട്ട് താഴെ അടുത്ത സ്റ്റെപ്പാണ് എഴുതുന്നത് പ്ലസ് 5c5 നേരത്തെ പറഞ്ഞ് NC0യും NC5 സോറി NCN എന്തായിരിക്കും ഉത്തരം 1 ആയി 5c5 വാല്യൂ 1 ആണ് അപ്പം 1 ഡിവൈഡ് ബൈ എക്സ് റൈസ് ടു 5 എന്ന് വരും അങ്ങനെ ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയാം എക്സ് റൈസ് ടു 5 ഡിവൈഡ് ബൈ 3 റൈസ് ടു 5 3 റൈസ് ടു 5 വാല്യൂ 243 ആണ് അപ്പോൾ എക്സ് റൈസ് ടു 5 ഡിവൈഡ് ബൈ 243 എന്ന് വരും പ്ലസ് നോക്കിയേ ഇതിവിടെ ഒരു എക്സ് നമ്മൾ കട്ട് ചെയ്ത് കളയാം അപ്പോൾ എക്സ് ക്യൂബ് അപ്പോൾ എന്ത് കിട്ടി 5x ക്യൂബ് ഡിവൈഡ് ബൈ 3 റൈസ് ടു 4 വാല്യൂ 81 ആണ് പ്ലസ് ഇവിടെ എന്ത് കട്ട് ചെയ്ത് പോകും ഇവിടുന്ന് ഒരു ക്യൂബും സ്ക്വയറും കട്ട് ബാക്കി എക്സ് ആവുന്നത് അപ്പോൾ 10x ഡിവൈഡ് ബൈ 3 ക്യൂബിൻ്റെ വാല്യൂ വെച്ചാൽ 27 ആണ് 27 ആണ് അടുത്ത വെച്ചാൽ എന്തായിരിക്കും 10 × x സ്ക്വയർ ഡിവൈഡ് ബൈ 3 സ്ക്വയർ ഇൻറ്റു 1 ബൈ എക്സ് ക്യൂബ് ആണ് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് പോകും കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വരും എക്സ് വരും ക്യൂബ് കട്ട് ചെയ്ത് പോകുന്നു ബാക്കി എന്താ ഉത്തരം വരുന്നത് ക്യൂബ് എന്തെങ്കിലും കട്ട് ചെയ്ത് പോകും ബാക്കി എന്ത് വരും പ്ലസ് ആണ് 10 ഡിവൈഡ് ബൈ 3 സ്ക്വയർ വാല്യൂ 9 ആണ് എവിടെ എക്സ് ഇറങ്ങും താഴെ അപ്പം 10 ഡിവൈഡ് ബൈ 9x എന്ന് വരും പ്ലസ് അടുത്ത ടൈം എന്ത് ചെയ്യും എക്സ് റൈസ് ഫോർ ഇത് കട്ട് ചെയ്ത് പോയിട്ട് എന്ത് വരും ഇവിടെ 3 വരും അപ്പോൾ എന്ത് കിട്ടി 5/3 ഡിവൈഡ് ബൈ 1/x ക്യൂബ് എന്ന് വരും പ്ലസ് എന്ത് കിട്ടി 1/x റൈസ് ടു 5 എന്ന് വരും ഇത്രയുള്ള നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ടൈം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എക്സ് റൈസ് 5 ഡിവൈഡ് ബൈ 3 റൈസ് 5 243 ആയിരിക്കും വരുന്നത് 3 റൈസ് 4 വാല്യൂ 81 ആണ് 3 ക്യൂബിന് 20 ആണ് ബാക്കിയുള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് കളഞ്ഞ് അവസാന ഉത്തരം വരെ എവിടെയാണ് ഈ ഉത്തരത്തിൽ നിന്നാണ് നമ്മൾ അവസാനിക്കുന്നത് നമുക്കിത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് നമ്മൾ തിങ്ക് ചെയ്യേണ്ട കാര്യമാണ് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കിയാൽ മതി പ്രൂവ് ദാറ്റ് സിഗ്മ ആർ ഈക്വൽ ടു n 3 റൈസ് ടു ആർ NC ഈക്വൽ ടു 4 റൈസ് ടു n നമ്മൾ എന്ത് ചെയ്യണം പ്രൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ സിഗ്മാജ് എന്താണ് സമ്മേഷൻ അതാണ് സമ്മേഷൻ ഉദ്ദേശിക്കുന്ന അവസാനം ആ സമ്മേഷൻ എന്ന് വെച്ചാൽ ആ വന്നേക്കുന്ന ഈ വാല്യൂവിനകത്ത് ആറിന് പോലെ എവിടെ നിന്നിട്ട് എവിടം വരെ അപ്ലൈ ചെയ്യണം 0 തൊട്ട് n വരെ അപ്ലൈ ചെയ്യണം അതാണ് എന്തിനർത്ഥം ആ സമ്മേഷൻ അർത്ഥം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം 4 റൈസ് ടു n ഈക്വൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സിഗ്മ ആർ ഈക്വൽ ടു 0 to n നമുക്ക് ഈ ടൈമിൽ ആദ്യം എഴുതാം NCR എന്ന് എഴുതാം പിന്നെ 3 റൈസ് ടു ആർ എന്ന് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ തൊട്ട് 6 തൊട്ട് എവിടെ കൊടുക്കണം n വരെ ഫസ്റ്റ് 6 തൊട്ട് 0 കൊടുക്കാം അപ്പോൾ എന്താകും NC0 3 റൈസ് ടു 0 പ്ലസ് അടുത്ത എന്താവും NC1 3 റൈസ് ടു 1 പ്ലസ് അടുത്ത എന്താവും NC2 3 റൈസ് ടു 2 പ്ലസ് എക്സെട്രാ പ്ലസ് എവിടം വരെ ആവും NCN 3 റൈസ് ടു n വരെ ആവും ഇതാണ് നമ്മൾ ആ സമ്മേഷൻ്റെ അർത്ഥം അപ്പോൾ സിഗ്മ ഇത് സമ്മേഷൻ വെച്ച് മീൻ ചെയ്യുന്നത് എന്താണ് ആറിൻ്റെ വാല്യൂ 0 തൊട്ട് എവിടം വരെ കൊടുക്കണം n കൊടുക്കണം അപ്പോൾ ആറിൻ്റെ വാല്യൂ 0 കൊടുത്ത് 3 ഉണ്ടെങ്കിൽ പവർ 6 തന്നെ അപ്പോൾ 0 ആയി അടുത്ത 1 കൊടുത്ത് 2 കൊടുത്ത് 3 കൊടുത്ത് എക്സെട്രാ എവിടം വരെ കൊടുത്ത് n വരെ കൊടുത്തു നമ്മളൊരു അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട് അതായത് നമ്മുടെ ഈ 4 റൈസ് ടു നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യമാണ് നമ്മൾ ഏതൊരു ഇക്വേഷനാകും ഒരു 1 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ല കുഴപ്പമില്ല ഉണ്ടോ ഒരു വ്യത്യാസമില്ല ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ഉത്തരത്തിന് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 1 ഉണ്ട് അതെല്ലാം മൾട്ടിപ്ലൈ എന്നത് ഈ ഓരോ ടേമിനെ അനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കും പവർ. അതായത് 1ൻ്റെ ഏത് പവറും എന്ത് തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. അതപ്പോൾ നമുക്ക് ഇതിനെ ഒരു ജനറൽ ഫോമിട്ട് മാറ്റാൻ വേണ്ടി 1ന് പവർ നമ്മൾ മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ NC0 ഇവിടെ ഫസ്റ്റ് 1ൻ്റെ പവർ n കൊടുക്കും, 1n 3/0 പ്ലസ് അടുത്തെന്ന് വെച്ചാൽ NC1 n കുറച്ചുകൂടെ കുറയുന്നു, അപ്പോൾ എന്താകും n-1 3/1 ആവും. പ്ലസ് അടുത്ത NC2 1n-2 3/2 പ്ലസ് എക്സെട്രാ പ്ലസ് NCN 1/0 3/n. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്ലൈ കൊടുത്തത് എന്താണ് 1ന് ഞങ്ങൾ കയറ്റി കൊടുത്തു. എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ 4/n എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത രീതിയാണ്. 1ന് ഏത് പവർ കൊടുത്താലും എന്തായാലും കിട്ടുന്നത് ഉത്തരം 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ 1/n നോട് സെക്കൻഡ് 1n-1 കൊടുത്ത് 1n-2 അടുത്ത് 1/0. നമ്മൾ അപ്ലൈ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. നമ്മുടെ ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്തൊരു എക്സ്പാൻഷൻ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നേരെ ചുരുക്കി ചെയ്തേക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. ഫസ്റ്റ് NC സിയുടെ സഫിക്സ് എവിടെ തുടങ്ങി, 0 തുടങ്ങി വന്ന് അവസാനിച്ച് എവിടെയാണ്, n വന്ന് അവസാനിച്ചു. സെക്കൻഡ് ഫസ്റ്റ് ടേം എന്ത് തുടങ്ങണമെന്നാ, n തുടങ്ങി n-1 ആയി കുറഞ്ഞ് എവിടെ വന്ന് അവസാനിച്ച് 0 വന്ന് അവസാനിച്ച്. സെക്കൻഡ് ടൈം എന്ത് തുടങ്ങണം പറഞ്ഞാൽ 0 തുടങ്ങി, അടുത്ത എന്ത് തുടങ്ങണം 1 ആയി, പിന്നെ 2 ആയി, കൂടി അവിടെ വന്ന് അവസാനിച്ച് n വന്ന് അവസാനിച്ച്. അപ്പോൾ നമ്മുടെ ഈ എഴുതി വെച്ചേക്ക് എന്താണ്, ഒരു ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ സാധനം നമുക്ക് ചുരുക്കിയത് എങ്ങനെ ചെയ്യാൻ, ചുരുക്കി 1 + 3 ഫസ്റ്റ് ടൈം 1ഉം സെക്കൻഡ് ടൈം എന്താണ് 3 ആണ്. പവർ എന്താണ് n ആണ്. ഈ പവർ ടൈം അല്ലേ സിയുടെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 1 + 3 ഈ 1 + 3 കൂട്ടി എത്ര 4 ആണ്. അപ്പോൾ എന്ത് കിട്ടും ഉത്തരം 4/n എന്ന് കിട്ടും. അപ്പോൾ സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ r = 0 to n NCR 3/r വാല്യൂ എന്തോ കിട്ടുന്നത് 4/n. അല്ല നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കുന്നത്.